അമേരിക്കയിലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു നിയമ നിർമ്മാണത്തെക്കുറിച്ചാണ് ഈ വാർത്ത. പ്രതിനിധി പോൾ എ ഗോസറാണ് ഈ നിയമം വീണ്ടും അവതരിപ്പിച്ചത്. ഇതിന്റെ പേര് ഫെയർനെസ് ഫോർ ഹൈ സ്കിൽഡ് അമേരിക്കൻസ് ആക്ട് എന്നാണ്. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം അമേരിക്കൻ പൗരന്മാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതായി പറയപ്പെടുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്, അതായത് OPT എന്ന പ്രോഗ്രാം നിർത്തലാക്കുക എന്നതാണ്. OPT പ്രോഗ്രാം അമേരിക്കൻ പൗരന്മാർക്ക് ദോഷകരമാണെന്ന് ഒരുപാട് പ്രതിനിധികൾ കരുതുന്നുണ്ട്. അവർ സ്റ്റീഫൻ മില്ലർ, ക്രിസ്റ്റി നോം എന്നിവർക്ക് ഒരു കത്തെഴുതിയിരുന്നു. ഈ കത്തിൽ OPT പ്രോഗ്രാം അപകടകരമാണെന്നും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നും അമേരിക്കൻ നികുതിദായകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. അതിനാൽ ഈ പ്രോഗ്രാം നിർത്തലാക്കാൻ അവർ ആവശ്യപ്പെട്ടു. അമേരിക്കയിൽ പഠനം കഴിഞ്ഞ വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യാനും പ്രവൃത്തി പരിചയം നേടാനും സഹായിക്കുന്ന ഒരു പരിപാടിയാണ് OPT. F1 വിസയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുന്നത്. പഠനത്തിന് മുമ്പോ ശേഷമോ 12 മാസത്തേക്ക് വരെ OPT വഴി ജോലി ചെയ്യാം. സ്റ്റെം മേഖലകളിൽ പഠനം കഴിഞ്ഞവർക്ക് ഇതിൻ്റെ കാലാവധി 24 മാസത്തേക്ക് നീട്ടാനും സൗകര്യമുണ്ട്. ഇതിനെ സ്റ്റെം OPT എന്ന് പറയുന്നു. എന്നാൽ ഈ OPT പ്രോഗ്രാം കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ലെന്ന് ചില നിയമനിർമ്മാതാക്കൾ പറയുന്നുണ്ട്. ഒബാമ ഭരണകാലത്താണ് ഇത് കൂടുതൽ വിപുലീകരിച്ചത്. OPT ഒരു അപകടകരമായ അനധികൃത പ്രോഗ്രാമാണ്. ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അമേരിക്കൻ നികുതിദായകർക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പ്രതിനിധികൾ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 1992 OPT പ്രോഗ്രാം ആരംഭിച്ചത്. എന്നാൽ കോൺഗ്രസ് ഇതിന് ഔദ്യോഗിക അനുമതി നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. നിയമനിർമ്മാതാക്കളുടെ അഭിപ്രായത്തിൽ OPT പ്രോഗ്രാം വഴി വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ സർവകലാശാലകളിൽ 1 വർഷം പഠിച്ച ശേഷം സ്റ്റെം മേഖലകളിൽ 3 വർഷം വരെ ജോലി ചെയ്യാൻ സാധിക്കും. ഇത് കോൺഗ്രസ് നിശ്ചയിച്ച H1B വിസയുടെ പരിധി മറികടക്കാൻ സഹായിക്കുന്നുണ്ട്. OPT പ്രോഗ്രാമിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇത് തൊഴിൽ മേഖലയിലെ കുറവുകൾ നികത്താനും വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി പരിചയം നൽകാനും സഹായിക്കുന്നു എന്നാണ്. എന്നാൽ ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് കുറഞ്ഞ ശമ്പളത്തിന് വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ ഇത് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നും അവർ വാദിക്കുന്നു. അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര സംരക്ഷണം ലഭിക്കുന്നില്ലെന്നും അവർക്ക് പരാതിയുണ്ട്. OPT പ്രോഗ്രാം ഉടൻ നിർത്തലാക്കണമെന്നാണ് നിയമനിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നത്. DACA പോലെ OPT പ്രോഗ്രാമിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് ഈ പ്രോഗ്രാമിനെ സ്ഥിരപ്പെടുത്താൻ ഇടയാക്കുമെന്നും അവർ ഭയക്കുന്നുണ്ട്. OPT ഒരു പേന കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് പ്രസിഡന്റിന്റെ പേന കൊണ്ട് തന്നെ ഇല്ലാതാക്കാം. ഞങ്ങൾ ഫെയർനെസ് ഫോർ ഹയർ സ്കിൽഡ് അമേരിക്കൻസ് ആക്ട് എന്ന നിയമത്തെ പിന്തുണയ്ക്കുന്നു. ഇത് OPT പ്രോഗ്രാമിനെ പൂർണ്ണമായി നിർത്തലാക്കാനും കോൺഗ്രസ് വ്യക്തമായി അനുമതി നൽകാത്ത സമാനമായ മറ്റ് പ്രോഗ്രാമുകൾക്ക് വിലക്കേർപ്പെടുത്താനും ലക്ഷ്യമിടുന്നുവെന്നും കത്തിൽ പറയുന്നുണ്ട്. ഫെയർനെസ് ഫോർ ഹൈ സ്കിൽഡ് അമേരിക്കൻസ് ആക്ട് അവതരിപ്പിച്ചുകൊണ്ട് പ്രതിനിധി പോൾ എ ഗോസർ പറഞ്ഞത് OPT പ്രോഗ്രാം അമേരിക്കൻ തൊഴിലാളികളെ, പ്രത്യേകിച്ച് ഉയർന്ന വൈദഗ്ധ്യമുള്ളവരെയും പുതിയ ബിരുദധാരികളെയും ദോഷകരമായി ബാധിക്കുന്നു എന്നാണ്. വിദ്യാർത്ഥി പരിശീലനത്തിന്റെ മറവിൽ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ ഇത് തൊഴിലുടമകൾക്ക് നികുതി ഇളവ് നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് അമേരിക്കൻ തൊഴിലാളികൾക്ക് വലിയ തിരിച്ചടിയാണ്.